Hello friends, welcome to my YouTube channel Common Kitchen Tips. ഇന്ന് നമുക്ക് ഒരു തേങ്ങ ചമ്മന്തി ഉണ്ടാക്കാം. ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടും അധികം നാളെ നിൽക്കുന്ന രീതിയിലാണ് തയ്യാറാക്കുന്നത്. നമുക്കിന്ന് 2 തേങ്ങയ്ക്ക് ചമ്മന്തി പൊടി തയ്യാറാക്കാം. അപ്പോൾ അത് എങ്ങനെ ചെയ്യാൻ നോക്കിയാലോ? നമ്മൾ തേങ്ങ തിങ്ങി എടുത്തിട്ടുണ്ട്. നമ്മളൊന്നും കൂടെ ഒന്ന് മിക്സിയിൽ പൊടിച്ചിട്ടുണ്ട്. ഒന്നിപ്പം പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാം. എരിക്ക് വേണ്ടിയിട്ട് ആവശ്യത്തിന് വറ്റൽമുളക് എടുക്കണം. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കായം, പുളി വേണം. നമുക്ക് മല്ലിയും കുറച്ച് ചേർക്കുന്നുണ്ട്, തൊമരയും ചേർക്കുന്നുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് വറുത്തെടുക്കാം. ഇരുമ്പ് ചട്ടിയിലോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രത്തിലോ നമുക്ക് വറുത്തെടുക്കാം. ഉള്ളും മുളകും മല്ലിയും തൊമരയും ആദ്യം ചേർത്ത് വറുത്തെടുക്കാം. നമുക്ക് തൊമരയും മല്ലിയൊക്കെ ചേർക്കുന്നത് ഇതിനകത്ത് എണ്ണ അധികം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് മുളകും മല്ലിയും ആദ്യം ചേർത്ത് തൊമരയും ചേർത്ത് കുറച്ച് വറുത്തതിന് ശേഷം നമുക്ക് തേങ്ങ ചേർക്കാം. വറ്റൽ മുളകായിട്ട് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്താലും മതിയാവും. തേങ്ങ നല്ല വിളഞ്ഞ തേങ്ങയാണെങ്കിൽ നമ്മളിത് കേടുകൂടാതെ ദീർഘനാളിരിക്കും. അപ്പോഴാണ് വറുത്താലും ചമ്മന്തി പൊടിക്ക് വളരെ ടേസ്റ്റ് ഉണ്ടാകുന്നത്. മുളകും മല്ലിയും തൊമരയൊക്കെ കുറച്ച് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് തേങ്ങയും ചേർക്കാം. തേങ്ങയും ചേർത്ത് നല്ലപോലെ വറുത്തെടുക്കാം. ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചതും ചേർക്കാം. ഇനി എല്ലാം കൂടെ ഇളക്കി നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. കുറച്ച് നേരം നല്ലപോലെ നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കണം. വീട്ടിൽ തന്നെ തയ്യാറാക്കുമ്പോൾ നമുക്ക് കുറേ നാൾ കേടുവിടാതിരിക്കും. നമുക്ക് ഈ എണ്ണയൊക്കെ വന്ന് കണിച്ച് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തൊമര ചേർക്കുന്നത്. കുറച്ച് ചെറിയ ഉള്ളിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്നുകൂടെ മൂപ്പിച്ചെടുക്കാം. കുറച്ചുകൂടെ എരി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വറ്റൽമുളക് കൂടെ ചേർക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മൾ അധികം എരി ചേർക്കുന്നത്. പിന്നെ കുരുമുളകും ചേർക്കാം. കുറച്ചും കൂടെ മൂപ്പിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ ഇനി മൂത്ത് കിട്ടും. നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് തണുക്കുമ്പോൾ പൊടിച്ചെടുക്കാം. നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. കുറച്ച് ഉപ്പും ചേർത്ത് വേണ്ടുന്ന പുളിയും ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും ചൂടോടെ തന്നെ ചേർക്കാം. കായപ്പൊടിയും ചേർക്കാം. കറിവേപ്പിലയെല്ലാം ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. പിന്നെ ചൂടോടെ നമുക്ക് ഉപ്പും പുളിയും കറിവേപ്പിലയൊക്കെ ചേർക്കുമ്പോൾ ഇത് ദീർഘനാൾ കേടുകൂടാതെ ഇരിക്കും. നമുക്ക് തണുക്കുമ്പോൾ പൊടിച്ചെടുക്കാം. നമുക്ക് കുറച്ചുകൂടെ ഒന്ന് തണുത്ത് കഴിയുമ്പം നമുക്ക് നല്ലപോലെ പൊടിച്ചെടുക്കാം. ഉപ്പും പുളിയൊക്കെ നല്ല പാകത്തിന് ഇട്ടുന്നെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകും. നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മിക്സിയിൽ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. നല്ലപോലെ തന്നെ പൊടിച്ചെടുക്കണം. ചിലർ കുറച്ച് തരി ഇഷ്ടമാണ്. പിന്നെ നമ്മൾ നല്ലപോലെ പൊടിച്ചെടുക്കുകയാണ്. കുറച്ചിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കാം. നമ്മൾ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ആറുമ്പം നമുക്ക് കുപ്പിയിലാക്കി വയ്ക്കാം. നല്ലേറെ ചമ്മന്തിപ്പൊടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് 2 വലിയ ബോട്ടിൽ, ഒരു വലിയ ബോട്ടിലും ഒരു ചെറിയ ബോട്ടിലും കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ചമ്മന്തിപ്പൊടിയാണ്. നമുക്ക് സ്കൂളിലൊക്കെ കുട്ടികൾക്ക് കൊടുത്തയക്കാനും ഇങ്ങനെ തയ്യാറാക്കി വെച്ചാൽ എളുപ്പമാണ്. ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയത് നമുക്ക് 2 തേങ്ങയുടെ ചമ്മന്തിപ്പൊടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു 1/2 കിലോയുടെ കിട്ടിയതും ഒരു 20 ഗ്രാമിൻ്റെ കിട്ടിയതും കുറച്ച് ചമ്മന്തിപ്പൊടിയാണ്. അപ്പോൾ നമുക്ക് കുറേ നാൾ ഇരിക്കും. നമുക്ക് നല്ല ടേസ്റ്റാണ് വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ. അപ്പം നമുക്ക് ചമ്മന്തിപ്പൊടി ഇത്രയും കിട്ടിയിട്ടുണ്ട്. നമ്മൾ 2 തേങ്ങയ്ക്കാണ് ചെയ്തിരിക്കുന്നത്. അധികം വലിയ തേങ്ങയൊന്നുമില്ല, എന്നാലും നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ നമുക്കത് ദീർഘനാൾ കേടുകൂടാതെ വയ്ക്കും. അപ്പം നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക.
നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക.